ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനാണ് ഇവിടെ കാട്ടിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്കിന്ന് കുറച്ച് ഇലകളെ പരിചയപ്പെടാം. അവരയില, ഇത് മുറിവ് മൂടിയ ഇലയാണ്. ഇത് മുറിവ് പറ്റുമ്പോഴൊക്കെ അതിനകത്ത് ഒഴിച്ചാൽ നല്ലതാണ്, ഉണങ്ങിപ്പോവും പെട്ടെന്ന്. ചെമ്പരത്തി ഇലയാണ്. ഇതെൻ്റെ ചേച്ചിമാർ ഷാമ്പൂവിനൊക്കെ പകരം തേച്ച് തലയിലൊക്കെ തേക്കും, നല്ലതാണ്, അഴുക്കൊക്കെ പോകും. ഇത് കരിവേപ്പില, നമ്മൾ വല്ലത് ഉണ്ടാക്കുമ്പോൾ അതിനകത്തിട്ട് നല്ല ടേസ്റ്റ് കൂടെ കിട്ടും. കരിവേപ്പില ഇട്ട കറികൾക്കൊക്കെ പ്രത്യേക ഫ്ലേവറാവും. ഇത് ചേന ഇലയാണ്. നമുക്ക് ദുഷ്ടരായൊരു ഇലയാണ്, കാരണം നമ്മൾ ആ തൊട്ടാൽ നമ്മൾക്ക് പുറമൊക്കെ ചോറിയത്തിൻ്റെ ഇല. ഇതാണ് മാവില, മാങ്ങയൊക്കെ ഉണ്ടാവണ ഇല, മാവ്. നമ്മൾ വീട്ടിൽ പുതിയതായിട്ട് ഉള്ള മൾബറി ഇലയാണ്. അതിനകത്ത് അത് കുറച്ച് വലുതായി കായൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, കായൊക്കെ ഒന്ന് തുടങ്ങി. ഇത് സർവ്വസുഗന്ധയാണ്. ഇത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചാൽ നല്ല നേരമൊക്കെ കിട്ടും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കുറച്ചിലയും കൂടെ പരിചയപ്പെട്ട് കഴിക്കാം. ഇത് രണ്ട് ഇലാണ്, ബിരിയാണിയിലൊക്കെ ഇട്ട നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ്. ഇത് കുരുമുളക് ഇലയാണ്. കുരുമുളക് ഒരു വള്ളിച്ചെടിയാണ്. ഇതിങ്ങനെ പടർന്ന് പോവും. ഇത് മുള ഇലയാണ്. ഇത് വീണിട്ട് ലക്ക് വരാനൊക്കെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിഞ്ഞൂടാ, കേട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത ചെടികൾ വലിയ മരങ്ങളുണ്ട്. അതാണ് അശോകമരം. അതിനകത്ത് നമുക്ക് അശോക തെറ്റി കിട്ടും, നല്ല ചുമന്ന തെറ്റി. നമുക്ക് രക്തം ക്ലീനാക്കാൻ നല്ലതാണ്. അത് ഔഷധം കൂടെ ഉള്ളതാണ്. അതാണ് അതിൻ്റെ ഇല. അടുത്ത ഇലയിലോട്ട് ഇതാണ് പപ്പായയുടെ ഇല. ഇതും ഔഷധ ഗുണങ്ങളുള്ള ഇലയാണ്. ഇത് വെച്ച് നമുക്ക് പീപ്പി ഉണ്ടാക്കാം, പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് വേറെ ഇലയിലോട്ട് പോകാം. ഇതാണ് ഡ്രസ് ചെയ്ത ഇത് ഔഷധ ഗുണങ്ങളുള്ള ഇലയാണ്. ഇത് നമുക്ക് പതിയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ചാറൊക്കെ അമ്മ തരും. ഭയങ്കര കയ്പാണ്, ഞാൻ ചിലപ്പോഴേ കുടിക്കുകയുള്ളൂ. ചുമന്ന സാധാ തെറ്റിയാണ്. ഇതിനകത്ത് നമുക്ക് തേനൊക്കെ കിട്ടും ചിലതിൽ. ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗത്ത് നല്ല തേൻ കിട്ടും, നല്ല ടേസ്റ്റാണ് കുടിക്കുക. ചിലർക്കേ അത് കിട്ടുള്ളൂ. അപ്പം ഇന്ന് നമുക്ക് വേറെ ഇല, അതാണ് മുല്ലയില. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എന്തിനാണ് ഇട്ടേന്ന് ചോദിച്ചാൽ, എന്നെ പോലത്തെ കൊച്ചു കൂട്ടുകാരൊക്കെ ഇതേപോലെ സ്കൂളിലേക്ക് വർക്കിനൊക്കെ ഇത് ആവശ്യം വരും. എനിക്കങ്ങനെ 2ാം ക്ലാസ് വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് ഈ ഐഡിയ വന്നത്, ഇങ്ങനെ ഇടാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാം എന്നെ പോലത്തെ കൊച്ചു കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഇപ്പം എൻ്റെ പഴയ വീഡിയോകൾ നിങ്ങൾ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, കമൻ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ലൈക്കും സബ്സ്ക്രൈബും അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇനി വേറെ പുതിയ വീഡിയോകൾ ഇടാം. നിങ്ങളുടെ ഇഷ്ടത്തിൽ കമൻ്റ് ഇട്ട് അറിയിക്കണം, നിങ്ങളുടെ ഇഷ്ടത്തിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ടാറ്റാ.